ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. +1 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേര് എഴുതി വെച്ചോളൂ, വർക്ക്, എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സിനെ കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഇത് പഠിക്കാതെ, ഈ ഒരു 2 ബേസിക്സ് പഠിക്കാതെ നമുക്ക് ഈ ചാപ്റ്റർ എന്നല്ല ഫിസിക്സിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ്. നമ്മൾ ചാപ്റ്റർ നമ്പർ 4 മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ് പഠിച്ചു അല്ലേ. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സാണ് നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫിസിക്സ് പഠിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 2 തരത്തിലാണ് നമുക്ക് 2 വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ സ്കേലാർ പ്രൊഡക്റ്റ്, അതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു രീതിയാണ് വെക്ടർ പ്രൊഡക്റ്റ്, അതിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എന്നും വിളിക്കും. നോക്കൂ, ഈ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. നമ്മൾ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിലാണ് അത് പഠിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് 2 വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. പെട്ടെന്ന് പറഞ്ഞാൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 വെക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പറ, എന്തായിരിക്കും വെക്ടർ പ്രൊഡക്റ്റ്? 2 വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മളതിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയും. 2ാമത്തെ കാര്യം ഇൻ്റഗ്രേഷനാണ്. ഡിഫറൻസിയേഷൻ എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടായി. അതുപോലെ +1 മാത്തമാറ്റിക്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് വർക്ക്, എനർജി ആൻഡ് പവർ മുതലുള്ള ചാപ്റ്ററുകൾ പഠിക്കാൻ ആവശ്യമുള്ള മാത്തമാറ്റിക്കൽ ടൂളാണ് ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രൽ കാൽക്കുലസ്. അപ്പോൾ ഈ 2 ബേസിക്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സിലെ സ്കേലാർ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഴുതി വെച്ചോളൂ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ്, സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് ഈ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആൻഡ് ദി കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഇതിപ്പോൾ ഇങ്ങനെ വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ഡെഫിനിഷൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അതായത് വെക്ടർ എ ഉണ്ട്, അതേപോലെ വെക്ടർ ബി ഉണ്ടെന്ന് കരുതുക. നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 മെത്തേഡുകളുണ്ട്. ആദ്യത്തേത് ഡോട്ട് പ്രൊഡക്റ്റാണ്. അപ്പോൾ വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി, നമ്മൾ സാധാരണ 2 × 3 = 6 എന്ന് എഴുതുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ഇങ്ങനെയാണ് കാണിക്കുന്നത് അല്ലേ. എന്നാൽ എ ഇൻറ്റു ബി, 2 വെക്ടറുകളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഒരു ഡോട്ടാണ്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷനെ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്നതിന് പുറമെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് എയും ബി എയും മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോൾ? എനിക്കിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടേണ്ടത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാകുമെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ എ ഡോട്ട് ബി എന്നാൽ, അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പോരാ ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഞാനിവിടെ തീറ്റ എന്ന ആംഗിൾ എടുത്തിട്ടുള്ളത് എന്താണ്? വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. അതുകൊണ്ട് പഠിച്ചു വെച്ചോളൂ, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു
മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം സിമ്പിളായിട്ട് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു രണ്ട് വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു കിട്ടേണ്ടത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മളതിനെ ഇതേപോലെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എഴുതി വെച്ചോളൂ, സം ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ പ്രൊഡക്റ്റ്. അതിൽ ഒന്നാണ് സ്കേലാർ പ്രൊഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എന്ന് വെച്ചാൽ വെക്റ്റർ എയും വെക്റ്റർ ബിയെയും നമ്മൾ എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ ബിയും അതുപോലെ വെക്റ്റർ എയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കിട്ടുന്ന റിസൾട്ടിന് തുല്യമാണെന്ന് അർത്ഥം. അതായത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ആഡീഷൻ. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 3 വെക്ടറുകളുണ്ട്, എ ഉണ്ട്, അതുപോലെ ബി വെക്ടറുണ്ട് ആൻഡ് സി വെക്ടറും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എനിക്ക് എ ഡോട്ട് ബി വെക്ടർ പ്ലസ് സി വെക്ടർ ഉണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കണ്ട് പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ സി കാണാം. വെക്ടർ എ ഡോട്ട് വെക്ടർ സി. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ എ ഡോട്ട് ബി അല്ലെങ്കിൽ എ ഡോട്ട് ബി പ്ലസ് സി എന്നാൽ എന്താണ്? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എഴുതി വെച്ചോളൂ. ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഇസ് 90 ഡിഗ്രി ദെൻ ദെയർ സ്കേലാർ പ്രൊഡക്റ്റ് ഇസ് 0. ഓൾറെഡി നമുക്ക് അറിയാം എ ഡോട്ട് ബി എന്താണ്? എ ഡോട്ട് ബി എന്നാൽ മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റയാണല്ലേ. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ളപ്പം ഞാൻ രണ്ട് വെക്ടറിൻ്റെ ആംഗിൾ ഇവിടെ 90 ആണെങ്കിൽ നമ്മളിവിടെ കോസ് 90 എന്ന് എഴുതേണ്ടി വരും. എന്താണ് കോസ് 90? കോസ് 90 ഓൾറെഡി നമുക്കറിയാം അത് 0 ആണല്ലേ. അപ്പോൾ കോസ് 90 0 ആയ സ്ഥിതിക്ക് നമ്മൾ എ ഇൻറ്റു ബി മാഗ്നിറ്റ്യൂഡുകളാണ്, അതിനെ 0 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടും. അതേപോലെ നാലാമത്തെ പ്രോപ്പർട്ടി നോക്കൂ. ദി സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് എഴുതി വെക്കാം. നമുക്ക് പി എന്നൊരു വെക്ടർ ഉണ്ടെന്ന് കരുത്. അതേ വെക്ടർ കൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? പി ഡോട്ട് പി വെക്ടർ എന്നല്ലേ കിട്ടുക. അപ്പോൾ നമുക്കതൊന്ന് എഴുതി വെക്കാം അല്ല ഇക്വേഷനിൽ. മാഗ്നിറ്റ്യൂഡ് പി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് പി കോസ് 0. അതെന്തുകൊണ്ടാണ് ഞാനിവിടെ 0 എടുത്തെന്നായിരിക്കും പല കുട്ടികളും ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് വെക്ടർ പി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വെക്ടർ പി ഒന്നും കൂടി എടുക്കുമ്പോൾ ഇത് തന്നെയല്ലേ. അപ്പോൾ രണ്ട് വര നമ്മൾ ഇങ്ങനെ പാരലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 അല്ലേ. അതുകൊണ്ട് ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. കാരണം കോസ് തീറ്റ 1 കോസ് 0 1 അല്ലേ. അപ്പോൾ നമുക്ക് പി ഇൻറ്റു പി പി സ്ക്വയർ എന്ന് കിട്ടില്ലേ. ഈ നാലാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കറിയാലോ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്പ് അതുപോലെ ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ് ഏതായിരുന്നു? ഇതാരായിരുന്നു? എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ, അതുപോലെ വൈ, അതുപോലെ സെഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഐ ഡോട്ട് ഐ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് ഐ കോസ് 0. കാരണം എന്താ? ഒരു വെക്ടറിന് അതേ വെക്ടർ കൊണ്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മാഗ്നിറ്റ്യൂഡ് ഐ എത്രയാണ്? ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് വെക്ടർ അല്ലേ. അപ്പോൾ 1 ആണ് ഇൻറ്റു 1 ഇൻറ്റു കോസ് 0യും 1. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ. അതേപോലെ നിങ്ങൾ എഴുതി വെക്കണം, ജെ ഡോട്ട് ജെ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? അതും 1 തന്നെയാണ്. വാട്ട് അബൌട്ട് കെ ഡോട്ട് കെ? അതും നമുക്ക് 1 കിട്ടും. അപ്പോൾ ചില കുട്ടികളെ ഡൗട്ടാണ്, സാർ നമുക്ക് ഐ ഡോട്ട് ജെ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഐ അതായത് 1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ജെ 1 ഇൻറ്റു കോസ് 90. സോ ആൻസർ എത്ര കിട്ടുക? 0. അപ്പോൾ വാട്ട് അബൌട്ട് ജെ ഡോട്ട് കെ?
ജെ ഡോട്ട് കെ എന്ന് വെച്ചാൽ ജെക്കും കെക്കും ഇടയിലുള്ള ആംഗിൾ 0 ആയതുകൊണ്ട് അതും നമുക്ക് 0 കിട്ടും. ഇനിയുള്ളത് കെ ഡോട്ട് ഐ ആണ്. കെ ഡോട്ട് ഐ എന്തായിരിക്കും? അതിൻ്റെ ഐക്കും കെക്കും ഇടയിലുള്ള ആംഗിൾ എക്സ് ആക്സിനും സെഡ് ആക്സിനും ഇടയിലുള്ള ആംഗിൾ തന്നെ, അപ്പോൾ 0. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഐ ജെ കെ 3 യൂണിറ്റ് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആ പ്രോപ്പർട്ടി കൂടി എഴുതി വെച്ചോളൂ, പ്രത്യേകത കൂടി എഴുതി വെച്ചോളൂ. എന്താണ്? ഐ ഡോട്ട് ഐ ഈസ് 1, ജെ ഡോട്ട് ജെ ഈസ് 1, കെ ഡോട്ട് കെ ഈസ് 1. അതേപോലെ ഐ ഡോട്ട് ജെ ചെയ്താലും ജെ ഡോട്ട് ഐ ചെയ്താലും 0 കിട്ടും. ജെ ഡോട്ട് കെ ചെയ്താലും കെ ഡോട്ട് ജെ ചെയ്താലും 0 കിട്ടും. കെ ഡോട്ട് ഐ ചെയ്താലും ഐ ഡോട്ട് കെ ചെയ്താലും 0 കിട്ടും. അപ്പോൾ ഈ ബേസിക്സ് നമ്മളെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ 2 വെക്ടർ വന്നിട്ടുണ്ട്. വെക്ടർ എ ഈസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് മൈനസ് കെ ക്യാപ് എന്നും, ബി വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് 2 കെ ക്യാപ് എന്നും. നമുക്ക് എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം എ എഴുതാം, ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് മൈനസ് കെ ക്യാപ്, ബ്രാക്കറ്റ് ഇടാം, ഡോട്ട് ഇടാം, പിന്നെ മൈനസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് 2 കെ ക്യാപ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പ്രോബ്ലം എയും ബിയും തന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതണം. ആദ്യം എ വെക്ടറിൻ്റെ എന്താണ് തന്നതെന്ന് വെച്ചാൽ വെക്ടർ എഴുതണം. അതുപോലെ ബിയുടെ സ്ഥാനത്ത് ആ വെക്ടറും എഴുതണം. ഇനി ചെയ്യേണ്ടത് ഐ ഇൻറ്റു മൈനസ് ഐ ആണ്. അപ്പോൾ എത്ര കിട്ടുക? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്, മൈനസ് ഐ ഡോട്ട് ഐ ക്യാപ്. കൺഫ്യൂഷൻ ആവണ്ട. ഇൻറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ വെക്ടറുകൾ തമ്മിൽ ഇവിടെ ഡോട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ഈ മൈനസ് ഈ ഐൻ്റെ മൈനസാണ്, അത് പുറത്തിട്ടു. അതൊക്കെ പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഐ ക്യാപ്പിനെ ഈ ജെ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. എന്താ കിട്ടുക? ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ്. പല കുട്ടികൾക്കും ഇപ്പം തന്നെ മനസ്സിലേക്ക് വരുന്നത്, സാർ ഇത് 1 അല്ലേ? യെസ്. വാട്ട് അബൌട്ട് ഐ ഡോട്ട് ജെ? അത് 0 അല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ഡോട്ട് എടുക്കുമ്പോൾ ഒരേപോലെയുള്ള യൂണിറ്റ് വെക്ടർ മാത്രം എടുത്താൽ മതി. ഞാൻ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ് ഫുള്ളായിട്ട്. ഇനി ഈ ഐനെ നമ്മൾ മൈനസ് 2 കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഐൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, അതുപോലെ കെയുടെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. കെയും ഐയുമാണ് വെക്ടർ, പക്ഷേ 2ഉം അതുപോലെ 1ഉം എന്തല്ല? വെക്ടർ അല്ല. അതുകൊണ്ട് അത് നമുക്ക് സാധാരണ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 1 ഇൻറ്റു -2 -2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഐ ക്യാപ് ഡോട്ട് കെ ക്യാപ്. ഇനി എന്താ ചെയ്യുക? നമ്മളിനി രണ്ടാമത്തെ 2j ഈ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ്, നോക്കൂ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഐൻ്റെ കൂടെ 1 ആണുള്ളത്. അത് സാധാരണ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 2 ഇൻറ്റു -1 -2. പിന്നെ ആരാണ്ടാവുക? ജെ ഡോട്ട് ഐ അല്ലേ? അടുത്തത് എന്താണ്? ഈ 2j കൊണ്ട് നമ്മളിനി പ്ലസ് ജെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താ കിട്ടുക? പ്ലസ് 2j ഡോട്ട് ജെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത് ഈ 2j -2k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് 2 പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. 2 ഇൻറ്റു 2 -4 ഇൻറ്റു ജെ ക്യാപ് ഡോട്ട് കെ ക്യാപ്. ഒരു ഐഡിയ ഇപ്പം തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ താഴെ എഴുതുന്നു മൈനസ്, ഇവിടെ കെ കൊണ്ട് നമ്മൾ ഇനി ഈ 3 ആളെ മൾട്ടിപ്ലൈ ചെയ്യണം. -1 ഇൻറ്റു -1 ആണ്, അപ്പോൾ അത് +1 ആണ് ഇൻറ്റു കെ ഡോട്ട് ഐ ക്യാപ്. പിന്നെ എന്താ ഉള്ളത്? ഈ മൈനസ് കെ നമ്മൾ ഈ പ്ലസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കെ ഡോട്ട് ജെ. ഇനി മൈനസ് കെ -2k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം +2 ഇൻറ്റു കെ ഡോട്ട് കെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആൻസർ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ എന്താ ചെയ്യേണ്ടതുള്ളൂ? നമ്മൾ ഐ ഡോട്ട് ഐകൾ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ മാത്രം എടുത്താൽ മതി. ബാക്കിയെല്ലാം 0 ആയി പോകും.
നോക്കൂ, ഐ ഡോട്ട് ഐ എന്താണ്? ഐ ഡോട്ട് ഐ നമുക്കറിയാലോ, ഐ കോസ് 0, ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പം മൈനസ് പുറത്തുള്ളതുകൊണ്ട് -1. ഇത് 0 ആണ്, ഈ ടേം ഉണ്ടാവില്ല. അതുപോലെ ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ഈ ടേമാണ്. ജെ ഡോട്ട് ജെ 1 ആണ്. 1 × 2 2 ആണ്. എന്തുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു? ഇവിടെ +2 ആണ്. ഈ ടേം ഉണ്ടാവില്ല. അതേപോലെ ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം ഉണ്ടാവില്ല. ഇനി +2 ആണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 2 + 2 4 ആണ്. -1 നമുക്ക് കിട്ടുന്നത് 3 എന്നാണ്. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ 3 കിട്ടിയപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലായി. എന്താണ്? എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റിനെ നമ്മൾ എന്നും വിളിക്കുന്നത് സ്കേലാർ പ്രൊഡക്റ്റ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർത്ത് വെക്കുക, ഇനി നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇതുപോലെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യണ്ട? ടൈം കളയണ്ട. പകരം ഐനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ജെ ടേമിനെ ജെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കെ ടേമിനെ കെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കഴിഞ്ഞു. മറ്റേതൊന്നും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ ക്യാൻസൽ ആവാൻ പോവാണ്. അതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ഡോട്ട് ബി ഈക്വൽ ടു 3 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ വെക്ടർ ഈസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് മൈനസ് കെ ക്യാപ്, ബി വെക്ടർ ഈസ് ഈക്വൽ ടു -ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് 2 കെ ക്യാപ്. അല്ല സാറേ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അതെ, അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് മാത്രമാണ് കാണാൻ പറഞ്ഞത്. ഇപ്പം നമ്മളോട് ഇതിൻ്റെ ഇടയിൽ ആംഗിൾ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ട് പ്രൊഡക്റ്റ് ഓൾറെഡി കണ്ടു വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് 3 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 കാര്യമാണ് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ. ഡോട്ട് പ്രൊഡക്റ്റ് മാത്രം കാണാൻ പറഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. ഇനി ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെഴുതണം? എ ഡോട്ട് ബി എന്നാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റയാണ് അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. അതായത് ഈ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഡോട്ട് ബി ഓൾറെഡി അപ്പുറത്തുണ്ട്, ഡിവൈഡഡ് ബൈ, അതായത് കോസ് തീറ്റ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അപ്പുറത്ത് എ ഡോട്ട് ബി ഉണ്ട്, എനെയും ബിനെയും അങ്ങോട്ട് കൊണ്ടുപോവുക. ശരിക്കും ഈ എ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എ ആണ് കേട്ടോ. അതുപോലെ ഈ ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ബി ആണ് കേട്ടോ. അപ്പോൾ തീറ്റ എങ്ങനെയാണ് കിട്ടുക? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ എ ഇൻറ്റു ബി. നോക്കൂ, എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ആദ്യം എ ഡോട്ട് ബി കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എ ഡോട്ട് ബി ഇതേ ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഇതേ വെക്ടറിൻ്റെ എ ഡോട്ട് ബി നമുക്ക് 3 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ് മാഗ്നിറ്റ്യൂഡ് എ എന്താണെന്ന് അറിയണം. നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ നമ്മൾ പഠിച്ചപ്പോൾ ഓൾറെഡി നമുക്കറിയാം എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണുക. ഐ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, അതുപോലെ പ്ലസ് ജെ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് കെ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ അല്ലേ? ഇവിടെ ഐ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ പ്ലസ്, അതുപോലെ ജെ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്, 2 സ്ക്വയർ പ്ലസ്, അതുപോലെ കെ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് -1 ആണ്, -1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെയാണ് കിട്ടുക. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 തന്നെ +4 + 1 ദാറ്റ് ഈസ് √6 എന്ന് കിട്ടും. എന്ത്? മാഗ്നിറ്റ്യൂഡ് എ അല്ലേ? ഇതേപോലെ മാഗ്നിറ്റ്യൂഡ് ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. റൂട്ട് ഓഫ് ഇവിടെ ബിയുടെ ഐൻ്റെ കോയിഫിഷ്യൻറ്റ് -1 ആണ്, സ്ക്വയർ പ്ലസ്, അതേപോലെ അതിൻ്റെ ജെയുടേതും 1 ആണ്, 1 സ്ക്വയർ പ്ലസ്, കെയുടേത് -2 ആണ്, -2 സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ 1 തന്നെ +1 + 4, ആൻസർ √6. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ കിട്ടുക? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി 3 ആണ്, ഡിവൈഡഡ് ബൈ √6 ഇൻറ്റു √6 അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 3 ബൈ √6 ഇൻറ്റു √6 എത്രയാ? 6 തന്നെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 എത്രയാണ്? ഡിഗ്രിയിൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി
തീറ്റ ഇസിക്കൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ് പി വെക്ടർ ഇസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് ആൻഡ് ക്യൂ വെക്ടർ ഇസ് ഈക്വൽ ടു 2i ക്യാപ് മൈനസ് j ക്യാപ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇപ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ പി ഡോട്ട് ക്യൂ കണ്ടാൽ എന്തായിരിക്കും പ്രത്യേകത? രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്, കോസ് 90 0 ആണ്. അതുകൊണ്ട് റിസൾട്ട് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ പി ഡോട്ട് ക്യൂ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ നമുക്ക് പി ഡോട്ട് ക്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. പി ഡോട്ട് ക്യൂ എന്താ കിട്ടുക? പി ഡോട്ട് ക്യൂ പിക്ക് പകരം നമുക്ക് എഴുതാം ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് ബ്രാക്കറ്റ് ഇടണം ഡോട്ട് 2i ക്യാപ് മൈനസ് j ക്യാപ്. ഇതിനകത്ത് കേട്ടാൽ ഇല്ലല്ലോ എന്നൊന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, ഡോൺ വറി. അപ്പോൾ നമ്മളെ ഗുട്ടൻസ് എന്തായിരുന്നു? നമ്മളിനി എല്ലാം ചെയ്യാൻ പോകണ്ട, നമ്മൾ സിമിലർ ടേമുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഇവിടെ i ആണ്, ഇവിടെ 2i ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ഇൻറ്റു ഐ ആണ്, ഇത് 2 ഇൻറ്റു ഐ ആയതുകൊണ്ട് നമ്മൾ ആദ്യം കോൺസ്റ്റൻറ്റുകളെ സ്കേലാർ നമ്പറുകൾ ചെയ്യുന്ന പോലെ തന്നെ 1 ഇൻറ്റു 2 2 ആണ് ഇൻറ്റു ഐ ഡോട്ട് ഐ. ഇതിങ്ങനെ ഒന്ന് എഴുതേണ്ട, ഒറ്റയടിക്ക് കിട്ടും കേട്ടോ. അതേപോലെ ഇവിടെ 2 ആണ്, ഇവിടെ മൈനസ് 2 ആണ്. അപ്പം 1 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ജെ ഡോട്ട് ജെ എന്ന് കിട്ടും. ഇനി എന്താ ഉള്ളത്? ഈ 3k ഉണ്ട്, ഇവിടെ കെയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളത് ചെയ്യണ്ട. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 കാരണം ഐ ഡോട്ട് ഐ 1 ആണ്, മൈനസ് 2 കാരണം ജെ ഡോട്ട് ജെ 1 ആണ്. ആൻസർ 2 മൈനസ് 2 0. നോക്കൂ, പി ഡോട്ട് ക്യൂ 0 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? തീറ്റ എന്തായിരിക്കും? തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ്.